സാർ, ഇന്നത്തെ നമ്മുടെ വർത്തമാന പത്രങ്ങളിലെ ഒരു മുഖ്യ വാർത്ത CPIയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. BJP വിചാരിച്ചതിലധികം വളർന്നു എന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്? ഈ BJPയുടെ വളർച്ച ചൂണ്ടിക്കാട്ടി എന്തോ ഒരു അജണ്ട അവർ നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ വിലയിരുത്തുന്നു. കാരണം BJPയുടെ വളർച്ച ഇന്നോ ഇന്നലെയോ സംഭവിച്ചതല്ല. അതിന് ദീർഘനാളത്തെ പഴക്കമുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ട് BJP ശക്തമായ നിലയിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ CPI ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണ്? പാർട്ടിക്ക് 100 വയസ്സാകുക. 100 വയസ്സുള്ളപ്പോൾ 543 അംഗങ്ങളുള്ള പാർലമെന്റിൽ എത്ര പേര്? 2 പേർ. 2 പേരാണുള്ളത്. ഒരു കാലത്ത് നമ്മൾ പറയാറുണ്ട്, UPA സർക്കാരിന്റെ കാലത്തെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു, ഒരു വലിയ ശക്തിയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇന്ന് അതെല്ലാം UPA സർക്കാരിനെ ഇങ്ങനെ മൂക്കുകയറിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. തിരുത്തൽ ശക്തി. അതായത് മൻമോഹൻ സിംഗ് വാ തുറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രകാശ് കാരാട്ടും D രാജയും ഒക്കെ ചേർന്നായിരുന്നു. അല്ല, അന്ന് മൻമോഹൻ സിംഗ് ഒക്കെ അവരുടെ വാക്കുകൾക്ക് വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുമായിരുന്നു, അവരെന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അതെ, ആ പാർട്ടിക്ക് ഇത് കോൺഗ്രസുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു CPIക്ക്, അതോർക്കണം. സി അച്യുതമേനോൻ കേരളം ഭരിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്. അത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ വൻ എതിർപ്പ്, സകലരും എതിർക്കുകയല്ലായിരുന്നു. ആ എതിർപ്പില് പിന്നീട് അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെയാണ് പിന്നീട് അവിടം വിട്ടുവരുന്നത്. 80-ല് LDF ഇടതു മുന്നണിയിലേക്ക് രൂപീകരിച്ചു. അങ്ങനെ വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കോൺഗ്രസിനോടുള്ള ഒരു വലിയൊരു താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് ചായ്വ് CPM-ല് ഒരുതരം വിധേയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. CPM-ന്റെ അടുക്കല് അത് പാർട്ടി ഇവർ 80-ൽ വന്ന കാലം തൊട്ട് അങ്ങനെയാണ്. അവർ വലിയേട്ടനും ഇവർ ചെറിയേട്ടനും അല്ലെങ്കിൽ ദാസനുമാണ്. അല്ല, വലിയ വിധേയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നടന്ന 14 ജില്ലകളിലെ സമ്മേളനങ്ങളിലും അതിശക്തമായ വിമർശനമാണ് പാർട്ടിയിൽ ഉണ്ടായത്. ഇടതുപക്ഷ കൊല്ലം, തൃശ്ശൂര്, തിരുവനന്തപുരം, അടക്കമുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനമായിരുന്നു. കാരണം പാർട്ടി ഇവർക്ക് മനസ്സിലാകുന്നത്, ഇപ്പൊ BJPയുടെ വളർച്ചയിൽ അഭൂതപൂർവമായ വളർച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അങ്ങനെ പാർട്ടിയുടെ ഒരു സെക്രട്ടറി തുറന്ന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ വളർച്ച ആലോചിക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പെട്ടെന്ന് തുറന്ന് സമ്മതിക്കില്ല. അവരൊരു സത്യം അംഗീകരിക്കാൻ ഏറ്റവും കുറഞ്ഞത് 20 വർഷം എടുക്കും. കമ്പ്യൂട്ടർ അംഗീകരിക്കാൻ അവർ 20 കൊല്ലം എടുത്തു. ഇവരോട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം തോറ്റു തുന്നം പാടി വിചാരിക്കും. അവരെങ്ങനെ തോറ്റു എന്നൊരു പറയത്തില്ല. അത് പറയില്ല സാർ. ഇതിനകത്ത് പോളിറ്റ് ബ്യൂറോ കൂടി, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടി ഇതിന്റെ ഒരു വിശകലനമുണ്ട്. വിശകലനത്തിൽ ഞങ്ങൾ ഇത്ര ശതമാനം വോട്ട് നേടി, മറ്റവർ വർഗീയ ശക്തികളുടെയും പിന്തിരിപ്പന്മാരുടെയും ബൂർഷ്വാസികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഇത്ര ശതമാനം വോട്ട് നേടി അവർ അധികാരം പിടിച്ചെടുത്തു, കവർന്നെടുത്തു, ജനങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെയാണ് വ്യാഖ്യാനം. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ തോറ്റു, ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടിട്ടേയില്ല. തേന്മാവിൻ കൊമ്പത്ത് സിനിമയിൽ കുതിരവട്ടം പപ്പു പറയുന്ന ഡയലോഗ്, താൻ ആരാണെന്ന് തനിക്കറിയത്തില്ല എന്ന് പറഞ്ഞതിപ്പം അതിനകത്ത് അഭിനയിക്കുന്ന പ്രധാന നടൻ മോഹൻലാൽ മാത്രമല്ല, തിയേറ്ററിൽ ഇരുന്നവരും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് വിശകലനം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളാകെ കൂടി നാടിനെ പട്ടിയാക്കുന്ന വിശകലനം. CPM തോറ്റിട്ടില്ല അല്ലേ എന്നേ ചോദിക്കത്തുള്ളൂ. ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും അതൊരു ക്യാപ്സൂളാണ് സാർ. അത് അണികൾക്ക് കൊടുത്ത് അണികളെ വിശ്വസിപ്പിക്കുകയാണ്. നമ്മൾ ഈ മയക്കുമരുന്ന് കൊടുക്കുന്ന പോലെയാണ്, കൊടുത്ത് ഇതിനെ അഡിക്റ്റ് ആക്കി മാറ്റുന്നത് പോലെ ഇങ്ങനെ ക്യാപ്സൂളുകൾ കൊടുത്ത് തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യവും വിളിക്കും. അപ്പൊ അതിന് ഒരു ഉളുപ്പുമില്ലെന്നുള്ളതാണ്. എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റു തുന്നം പാടിക്കൊണ്ടിരുന്നാലും പരീക്ഷയ്ക്ക് ഒരു കുട്ടി തോറ്റുപോയാൽ തോറ്റു,
തോറ്റു. അതെ, അത് എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ അംഗീകരിക്കണം. ആദ്യം തോറ്റു എന്ന് ചോദിച്ചാൽ പഠിച്ചില്ല, എഴുതിയില്ല, അതുകൊണ്ട് തോറ്റു. ജനം വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചില്ല, ഞങ്ങൾ തോറ്റു. അത് അംഗീകരിക്കത്തില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ CPIക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായി, കാര്യങ്ങൾ അറിയാം, പിന്നെ ഇത് എങ്ങോട്ട് പോകാനാണ്. CPI ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസിനോട് ചായ്വ് കാണിച്ച് ഇപ്പോൾ BJPയോടുള്ള വലിയൊരു BJP അഭൂതപൂർവമായ വളർച്ച ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അജണ്ട വെച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണോ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കോൺഗ്രസ് അവിടെ സ്ഥിതിയാകെ വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ സാർ, ഇതിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന, അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ അധികം പ്രാധാന്യം കൊടുക്കാതെ പോകുന്നൊരു വിഷയമുണ്ട്. അതായത് ഇപ്പോൾ ജനങ്ങൾ സത്യത്തിൽ ഈ ഭരണത്തിനോട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ശക്തമായ എതിർപ്പുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അത് പ്രത്യേകിച്ചും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അതുണ്ട് എന്ന് നമ്മൾ ചില പാർട്ടിക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവർ തികഞ്ഞ നിസ്സംഗതയോടെ, വളരെ വിഷമത്തോടു കൂടിയാണ് ഇങ്ങനെ അങ്ങ് തുടർന്ന് പോകുന്നത്. അത് ഒരു പരിധിവരെ CPIക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഇവിടെ പിടിച്ചു നിന്നാൽ ഒരു കനത്ത പരാജയം ലഭിച്ചാലോ. കാരണം കോൺഗ്രസിന് ഐക്യമുണ്ടോ, അവിടെ നേതൃത്വം നിഷ്കളങ്കരാണോ, സത്യസന്ധരാണോ, ധാർമ്മികരാണോ, സദാചാര ഗുണമുള്ളവരാണോ എന്നൊന്നും ജനം ചിന്തിക്കില്ല. തമ്മിൽ ഭേദം തുമ്മൻ എന്ന് പറഞ്ഞ് ഈ ഇപ്പോഴത്തെ ഭരണത്തിനെതിരായ ഒരു തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 100-ലധികം സീറ്റ് UDFന് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം, CPIയുടെ സമ്മേളനങ്ങളിൽ, ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു കേട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി LDF അധികാരത്തിൽ വരരുതേ എന്ന്. പ്രധാന ഘടകകക്ഷിയാണ്. അവർ പറയുകയാണ് ഇനി LDF അധികാരത്തിൽ വരരുത് എന്ന്. കാര്യത്തിന്റെ 1-2 ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. സിവിൽ സപ്ലൈസ് LDFന്റെ CPIയുടെ കയ്യിലിരിക്കുന്ന വകുപ്പാണ്. അവിടെ നമ്മുടെ ഈ സിവിൽ സപ്ലൈസിലെ ഉൽപ്പന്നങ്ങൾ ടെൻഡർ ക്ഷണിച്ചു വാങ്ങിയ വകയിൽ ഈ ഉൽപാദകർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. വെറും കോടികളല്ല സാർ, സഹസ്ര കോടികളാണ്. 1000 കോടിക്ക് മേളിൽ വരും. അത് കുടിശ്ശികയാണ്, അത് കൊടുത്തിട്ടില്ല. അതിൽ കുറേയൊക്കെ ഇങ്ങനെ കുറേശ്ശെ കൊടുക്കും, പിന്നെയും പിടിച്ചു വെക്കും. 2 മാസം കഴിയുമ്പോൾ വീണ്ടും 1000 കോടി. കോവിഡ് കാലം മുതലുള്ള അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കൃഷി വകുപ്പിൽ കർഷകർക്ക് നെല്ല് വാങ്ങിയ വകയിൽ കൊടുക്കാനുള്ള തുക പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല. അവർക്ക് ബാങ്ക് വഴി ഒരു സംവിധാനത്തിലൂടെ വായ്പയായിട്ട് ഈ തുക എടുക്കുന്ന വിധത്തിൽ കൊടുക്കുകയാണ്. ആ വായ്പ പലിശ സഹിതം സർക്കാർ തിരിച്ചടക്കുമെന്നാണ് പറയുന്നത്. അത് തന്നെ മുടങ്ങിക്കിടക്കുകയാണ്. ഇത് 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, CPIയുടെ കയ്യിലിരിക്കുന്ന 2 വകുപ്പുകളെയും ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കുകയാണ് ഈ സർക്കാർ. ഈ 2 പ്രധാന വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ രണ്ടും മണ്ണും മനുഷ്യനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ്. ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? മണ്ണില്ലാതെ കൃഷി, കൃഷിയില്ലാതെ ആഹാര സാധനങ്ങൾ ഉണ്ടാകുക. പിന്നെ ഇതിനകത്ത് CPI പെട്ടുപോകുന്ന കാര്യം എന്ന് ചോദിച്ചാല്, ഈ അച്യുതമേനോൻ എന്തുകൊണ്ടാണ് അവരൊക്കെ അന്ന് ഈ കോൺഗ്രസ് സഖ്യം വിട്ടു പുറത്തു വന്നത്? അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായ എതിർപ്പല്ലേ? അതെ. രാജൻ കേസ് ഓർക്കണം, ലോക്കപ്പ് മർദ്ദനം. അതെ. അവർക്ക് ഇപ്പൊ ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. പോലീസിനെതിരെ ഒരു അക്ഷരം. പോലീസിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം ഇന്നിപ്പോൾ ഈ കസ്റ്റഡി മർദ്ദനത്തെയും പോലീസുകാർക്ക്, എല്ലാ പോലീസുകാർക്കും എതിരെ അങ്ങനെ നടപടിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ബിനോയ് വിശ്വന്റെ കാലത്ത് നടന്ന മനുഷ്യത്വരഹിതമായ ക്രൂരകൃത്യങ്ങൾ, പോലീസിന്റെ നരനായാട്ട്. അത് ആ രാജനെയും രാജന്റെ അച്ഛൻ ഈശ്വരവാര്യരെയും ഒക്കെ നമുക്ക് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വർഷം 50 കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലും. പക്ഷേ അച്യുതമേനോനെ അതിനകത്ത് നിരപരാധി ആയിരിക്കാം. അച്യുതമേനോന് ഉള്ളിൽ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. അല്ല, ഈ അച്യുതമേനോൻ മാത്രമല്ല, ഒരു പരിധി വരെ ലീഡർ കെ കരുണാകരൻ ചെയ്ത തെറ്റെന്താ? പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടല്ലല്ലോ ഈ പയ്യനെ പിടിച്ചോണ്ട് പോയതും കോളേജിൽ നിന്ന് പിടിച്ചോണ്ട് പോയതും. പോലീസിന്റെ അച്യുതമേനോൻ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. അതൊന്നും ഈശ്വരവാര്യരോട് പറയാൻ പറ്റില്ല. അവസാനം ദേഷ്യപ്പെട്ട് ഈശ്വരവാര്യരോട് പറഞ്ഞ എന്താണ്? നാളെ ഞാൻ തോളത്തൊരു തോർത്ത് വിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എല്ലാം കയറി ഇറങ്ങാം, തന്റെ മകൻ എവിടെ എന്ന് ചോദിച്ചു. അത് ഈശ്വരവാര്യർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ഒളിമങ്ങാത്തല്ല, പിന്നെ ഒരു ആത്മകഥയിലുണ്ട്. ഈശ്വരവാര്യരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഞാൻ ആ പേര് ഞാനും മറന്നുപോയി.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മകഥാ വിഭാഗത്തിൽ അതെ, വരുന്ന ഒരു അതെ. പുസ്തകമാണത്. അപ്പൊ അത്ര ഈ അങ്ങനെ CPI സത്യത്തിൽ ഗതികെട്ട് നിൽക്കുകയാണ് ഇതിനകത്ത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഇന്നത്തെ വാർത്ത, മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ ഇനിയും ഇവിടെ ദാസിപ്പണി എടുക്കാൻ വയ്യ. അതാണ് അതിനകത്ത് ഒരു പ്രധാന കാരണം. ഞങ്ങളുടെ വാർഡ് നോക്കി എവിടെയെങ്കിലും പോയി. കാരണം 100 വയസ്സിലെത്തിയ ഈ പാർട്ടി CPM കാരണം തകർന്നടിയാണ്. ഇന്ന് ശരിക്കു പറഞ്ഞാൽ ഭരണം കയ്യിൽ നിന്ന് പോയാൽ ഈ CPI ഒരു സീറ്റിൽ പോലും ജയിക്കാൻ സാധ്യതയില്ല എന്ന ചില വിലയിരുത്തലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പല രാഷ്ട്രീയ നിരീക്ഷകരോട്. LDFനോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ എത്ര സീറ്റ് കിട്ടുമെന്ന് കണ്ടറിയണം CPIക്ക്. അതെ, CPI എങ്ങനെയെങ്കിലും വിഴുങ്ങാനാണ് CPM നോക്കുന്നത്. കോൺഗ്രസിനകത്ത് പോയാൽ മാന്യമായ ഒരു ഇടമെങ്കിലും കിട്ടും എന്ന് പല CPI നേതാക്കളും വിശ്വസിക്കുന്നു. എന്തായാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ് ഇനി. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.